ഭാഷാ വിവാദത്തിൽ ബി.ജെ.പിയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ആവശ്യമെങ്കിൽ മറ്റൊരു ഭാഷാ യുദ്ധത്തിനു കൂടി തമിഴ്നാട് തയ്യാറാണെന്ന് സ്റ്റാലിൻ പറയുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെയാണ് സ്റ്റാലിന്റെ പ്രതികരണം. ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നേരത്തെയും ശക്തമായ പ്രതിഷേധമുയർത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിൽ പറയുന്നത് ഹിന്ദി സംസാര ഭാഷ അല്ലാത്ത സംസ്ഥാനങ്ങളിൽ അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി എന്നിങ്ങനെ 3 ഭാഷകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണമെന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ നീക്കത്തെ തമിഴ്നാട് ശക്തമായി എതിർക്കുകയാണ്. തമിഴ്നാട് സംസ്ഥാനത്ത് തമിഴ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ പഠിപ്പിക്കുന്നത് തുടരുമെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ബി.ജെ.പി. സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ല എന്നുമാണ് സ്റ്റാലിൻ നയിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയുടെ തീരുമാനം. 1965 സമാന നീക്കമുണ്ടായപ്പോൾ DMK ശക്തമായ പ്രതിഷേധമുയർത്തുകയും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ തടയുകയും ചെയ്തിരുന്നു. അതേസമയം സ്റ്റാലിന്റെ പ്രതികരണത്തെ വിമർശിച്ച് തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലയും രംഗത്ത് വന്നു. ഭാഷാ നയത്തിന്റെ കാര്യത്തിൽ DMKയുടേത് ഇരട്ടത്താപ്പാണെന്ന് അണ്ണാമല കുറ്റപ്പെടുത്തുന്നു. മൂന്നാമത് ഒരു ഭാഷ പഠിക്കുന്നതിന് ഒരു തടസ്സവുമില്ലെന്ന് സ്റ്റാലിൻ പറയുന്നു. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു ഭാഷ പഠിക്കണമെങ്കിൽ DMK നേതാക്കൾ നടത്തുന്ന CBSE സ്കൂളുകളിലോ മെട്രിക്കുലേഷൻ സ്കൂളുകളിലോ കുട്ടികളെ ചേർക്കണമെന്നാണോ? എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അണ്ണാമല ചോദിക്കുന്നത് ഇക്കാര്യമാണ്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തമിഴ്നാട്ടിലെത്തി. കോയമ്പത്തൂർ വിമാനത്താവളത്തിലിറങ്ങിയ കേന്ദ്രമന്ത്രിയെ ബി.ജെ.പി. തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമല, കേന്ദ്രമന്ത്രി എൽ മുരുകൻ, മുതിർന്ന ബി.ജെ.പി. നേതാക്കളായ വാനതി ശ്രീനിവാസൻ, തമിഴിസൈ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. നിരവധി ബി.ജെ.പി. പ്രവർത്തകരാണ് അമിത്ഷായെ കാണുവാനായി വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയതും. കോയമ്പത്തൂരിലെ ബി.ജെ.പി. ഓഫീസ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയാണ് അമിത്ഷാ തമിഴ്നാട്ടിലെത്തിയത്. അതേസമയം ഗെറ്റ് ഔട്ട് മോദി എന്ന മുദ്രാവാക്യം മുഴക്കിയാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ വീട് വളഞ്ഞ് പോസ്റ്ററുകൾ പതിക്കുമെന്നാണ് അണ്ണാമല വെല്ലുവിളിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് DMK ആസ്ഥാനത്ത് നടന്ന സർവകക്ഷി സമ്മേളനത്തിലാണ് ഉദയനിധി സ്റ്റാലിൻ ഗെറ്റ് ഔട്ട് മോദി പ്രയോഗം നടത്തിയത്. ഇതുവരെ ഗോ ബാക്ക് മോദി എന്നേ പറഞ്ഞിട്ടുള്ളൂവെന്നും ഇനിയും തമിഴ്നാടിനെ അവഗണിച്ചാൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയേണ്ടതായി വരുമെന്നായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചത്. ഇതോടെയാണ് അണ്ണാമല പ്രകോപിതനായതും. ധൈര്യമുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കുമെന്നാണ് ഉദയനിധി സ്റ്റാലിനെ വെല്ലുവിളിച്ച് അണ്ണാമല പറഞ്ഞത്. അതിനുശേഷം DMK പ്രവർത്തകർ ഗെറ്റ് ഔട്ട് മോദി എന്ന ഹാഷ്ടാഗ് സാമൂഹ്യ മാധ്യമത്തിൽ ട്രെൻഡിംഗ് ആക്കുകയും ചെയ്തു. ഇതോടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആക്കി മാറ്റി. എന്തായാലും തമിഴ്നാട്ടിൽ സ്റ്റാലിനും ബി.ജെ.പിയും തമ്മിലുള്ള വാക്പോർ തുടരുകയാണ്.